50 കോടിയിലധികം കളക്ഷൻ നേടി മമ്മൂട്ടി ചിത്രം കളങ്കാവൽ മികച്ച പ്രേക്ഷക പിന്തുണയുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായും എത്തിയ ചിത്രം ബോക്സ് ഓഫീസിലും തിളങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സ്നീക് പീക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. എന്നെ എന്താ വിശ്വാസമില്ലേ? ടെറർ വില്ലനായി മമ്മൂട്ടി തിളങ്ങുന്നു. കളം പിടിച്ച് കളങ്കാവൽ മുന്നേറുകയാണ്. നിലാക്കായും വെളിച്ചം, പൊങ്ങുതേ പരവശം, കൺകൾ ഉറങ്ങാമൽ, തേടുതേ ഒരു മുഖം. ആഹാ, പല സ്ഥലങ്ങൾ, പല മുഖങ്ങൾ, പല സ്ത്രീകൾ, പല പേരുകൾ, അങ്ങനെ അയാൾ തന്റെ യാത്ര തുടരുകയാണ്. ഒരിടത്ത് മോഹനനാണെങ്കിൽ മറ്റൊരിടത്ത് അമീറാകും, മറ്റൊരിടത്ത് രാജേഷാകും. അങ്ങനെ പല പേരുകളിൽ, പല ഭാവത്തിലും രൂപത്തിലും സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞാടുകയാണ് മമ്മൂട്ടി. സ്ത്രീകൾക്കിടയിൽ താങ്ങായും തലോടലായും നടക്കുകയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. മമ്മൂട്ടി ചിത്രത്തിനായി ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു. അതിനൊരു ഫലം കണ്ടു. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ ചിത്രം കളങ്കാവൽ തിയേറ്ററുകൾ തൂക്കിയെന്ന് ഉറപ്പിക്കാം. മമ്മൂട്ടി പ്രതിനായക വേഷത്തിൽ വരുന്നു എന്നത് തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സയനൈഡ് മോഹനന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന് ആദ്യം മുതൽ തന്നെ പ്രേക്ഷകനൊരു ഏകദേശ ധാരണയുണ്ട്. പക്ഷെ അതിലെ സംവിധാനം ഒരു രക്ഷയുമില്ല. ജിതിൻ കെ ജോസ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. തിരക്കഥ തന്നെയാണ് സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. 10 ചാപ്റ്ററുകളായാണ് കലങ്കാവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പതിയെ തുടങ്ങുന്ന ചിത്രം മറ്റൊരു തലത്തിലേക്കാണ് പ്രേക്ഷകനെ ചെന്നെത്തിക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് പതിയെ കഥാപാത്രങ്ങളിലേക്കും കഥയിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രേക്ഷകനെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആദ്യ 4 ദിവസങ്ങളിൽ 50 കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം ഇപ്പോൾ മികച്ച പ്രേക്ഷക പിന്തുണ നേടി മുന്നേറുകയാണ്. ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. ആഗോള ബോക്സ് ഓഫീസിൽ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് 50 കോടിയാണ്. കൂടാതെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം എന്ന റെക്കോർഡും ഇന്നലെ കളങ്കാവൽ സ്വന്തമാക്കി. ഇപ്പോഴിതാ ചിത്രത്തിന്റെ സ്നീക് പീക്ക് കൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഗായത്രിയും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള സീന് തന്നെയാണ് ഇപ്പോൾ ഏവരും ഏറ്റെടുത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അഭിനയവുമായി ബന്ധപ്പെട്ട് നിറയെ കമന്റുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിറയുന്നതും. ചിത്രത്തിൽ മമ്മൂട്ടിയുടെയും വിനായകന്റെയും പ്രകടനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രം കൂടിയാണിത്. മാത്രമല്ല, ആദ്യമായി മലയാളത്തിൽ 21 നായികമാർ ഒന്നിച്ച ചിത്രം കൂടിയാണിത്. കേരളത്തിലും വിദേശത്തും ഗംഭീര പ്രതികരണം തന്നെയാണ് ചിത്രം നേടുന്നത്. ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം സ്വന്തമാക്കുന്ന ചിത്രം ഇനി 100 കോടിയിലേക്കുള്ള യാത്രയിലാണെന്നാണ് ആരാധകരും പറയുന്നത്. എന്തായാലും മമ്മൂട്ടിയും വിനായകനും തകർത്താടിയ ചിത്രം ഇവരുടെ അസാമാന്യമായ പ്രകടന മികവിലാണ് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നത്. കരിയറിൽ വീണ്ടും ഒരു നെഗറ്റീവ് വേഷത്തിലൂടെ മമ്മൂട്ടി ഞെട്ടിക്കുമ്പോൾ വേറിട്ട പ്രകടനവുമായി വിനായകനും വലിയ കയ്യടിയാണ് നേടുന്നത്. ചിത്രത്തിലെ സംഗീതവും ഉയർന്ന സാങ്കേതിക നിലവാരവും പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും പ്രേക്ഷക പിന്തുണയോടൊപ്പം വലിയ നിരൂപക പ്രശംസയും നേടുന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് കുതിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രമെന്നും പൊതുവിൽ പ്രേക്ഷകർ പറയുന്നു. മാത്രമല്ല, ഈ ചിത്രം ജിതിൻ കെ ജോസ് എന്ന സംവിധായകനെയും തീർച്ചയായും ഇനി പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്തായാലും നിങ്ങളൊന്ന് ടിക്കറ്റ് എടുത്താൽ നഷ്ടമില്ല. ഉറപ്പായും ഇഷ്ടപ്പെടും കളങ്കാവൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.